പിണറായി വിജയനും രാഹുൽ ഗാന്ധി തമ്മിലുള്ള വാക്പോര് ഇന്ത്യ മുന്നണി എന്ന ദേശീയ സഖ്യത്തിന്റെ വിശാല രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ തന്നെ അട്ടിമറിക്കും വിധം വ്യക്തിനിഷ്ഠമാവുകയാണ്. കേരളത്തിലെ 20 സീറ്റിന് വേണ്ടി ഒരു മുന്നണിയിലെ 2 പാർട്ടികളുടെ ദേശീയ നേതാക്കൾ രാഷ്ട്രീയമായി തരം താഴുകയാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് വക്താവ്, CPM വക്താവ് KT കുഞ്ഞിക്കണ്ണൻ, BJP വക്താവ് പ്രിന്റു മഹാദേവ്, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകൂടി എന്നിവർ. ആദ്യം നിജേഷിലേക്ക്. നിജേഷ്, രാഹുൽ ഗാന്ധി ഒരു KPCC നേതാവിനെ പോലെ പ്രസംഗിക്കുന്നതായി തോന്നുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പോർമുഖം തുറക്കുന്നത് പിണറായി വിജയനെതിരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഒന്ന്, KPCC നേതൃത്വം മോശമാണ് എന്നൊരു വ്യംഗ്യാർത്ഥം ഉണ്ടാവരുത്. ഒന്ന്, അല്ല, അത് മോശമായതുകൊണ്ടല്ലോ നിജേഷ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തരും ഒരു രാഷ്ട്രീയ സ്പെക്ട്രം ഉണ്ടല്ലോ. ഒരു KPCC നേതാവിനേക്കാൾ വിശാലമായ രാഷ്ട്രീയ സ്പെക്ട്രമായി രാഹുൽ ഗാന്ധി ഉണ്ടാവുക. കേരളത്തിൽ തുടർച്ചയായി രാഹുൽ ഗാന്ധിയെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി CPM കൊണ്ടുവരുന്നു. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കേരളത്തിലേക്ക് കടന്ന് ഉടനെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്കെതിരെ എന്തിന് കേരളത്തിലൂടെ കടന്നു പോകുന്നു? കർണാടകയിലേക്ക് എത്താൻ കേരളം അല്ലാത്ത മറ്റു വഴിയില്ല. എന്തിനു പോകുന്നു? അതിലെ മുദ്രാവാക്യം പോലും BJPക്കെതിരായിരുന്നു. എന്തിനു പോകുന്നു? ആദ്യത്തെ വിമർശനം ഉന്നയിച്ചത് പിണറായി വിജയനാണ്. അത് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനെ പ്രതിഷേധ ബോർഡുകൾ, പോസ്റ്ററുകൾ, ബാനറുകൾ വെച്ചത് DYFI ആയിരുന്നു. പൊറോട്ടയല്ല, പോരാട്ടമാണ് വേണ്ടത്. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണക്കാരോട് സംസാരിച്ചതിനെ കളിയാക്കിക്കൊണ്ട് DYFIയുടെ ബോർഡ്. പെരിന്തൽമണ്ണക്കാർക്ക് ഇഷ്ടം മന്തിയാണ് അടുത്ത ബോർഡ്. അങ്ങനെ വലിയ വലിയ ബോർഡുകൾ വെച്ചു, ആക്ഷേപിച്ചു. രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞില്ലല്ലോ. തിരിച്ച് വീണ്ടും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു, CPM ആക്രമിച്ചു. രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? അതിനെ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നാണോ പറഞ്ഞത്? അല്ല. പക്ഷേ ആ ഓഫീസ് ആക്രമിച്ച ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമീപനമുണ്ടായി. അതും കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നു. തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നപ്പോൾ രാഹുൽ ഗാന്ധി അസാമിൽ വെച്ച് ജോഡോ ന്യായ് യാത്രയിൽ വെച്ച് വളരെ കൃത്യമായി പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് പാടില്ല, പറ്റില്ല, ഞങ്ങളുടെ നിലപാട് അതാണെന്ന് പറഞ്ഞു. തുടർച്ചയായി ആ നിലപാടുമായി അദ്ദേഹം മുന്നോട്ട് പോയി. പക്ഷേ കോഴിക്കോട് കടപ്പുറത്ത് ഒരു മാസം മുമ്പ് CPM LDF സംഘടിപ്പിച്ച പ്രചാരണ യോഗത്തിൽ വെച്ച്, ഒരു പക്ഷേ മീഡിയകളുണ്ടാവും, ആ പ്രചാരണ യോഗത്തിനകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിച്ചത് രാഹുൽ ഗാന്ധിക്കെതിരെ. എന്തേ പൗരത്വ നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണോ? അല്ലല്ലോ. അതിനെതിരെ പോരാട്ടം നടത്തിയതിൽ കോൺഗ്രസ് ഇല്ലേ? അതിൻ്റെ ഒരു ആഴ്ച മുമ്പല്ലേ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് രാംലീല മൈതാനിയിലും ഒക്കെ ഒരുമിച്ച് പോരാടിയത്? അപ്പോൾ ഇവിടെ വന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ പറയേണ്ട എന്ത് സാഹചര്യമായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്? അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു. പിന്നീട് അത് ആവർത്തിക്കുന്നത് ശ്രീ KT പോലെയുള്ള ആളുകൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, പിന്നെ വീടുകൾക്കകത്തേക്ക് പറയുന്നു. ഞങ്ങൾക്കതിന് മറുപടി പറയണ്ടേ? ആ മറുപടി ഇന്ന് അദ്ദേഹം പറഞ്ഞു, പപ്പു എന്ന് വിളിക്കും. ആരാണ് പപ്പു എന്ന് വിളിച്ചു തുടങ്ങിയത്? അത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി പപ്പു എന്ന് വിളിക്കുന്നതിനെ ആവർത്തിച്ച് വിളിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും കൊടുവള്ളിയിൽ വെച്ച് കൈയടിക്കാൻ CPM-കാരുണ്ടാകുമ്പോൾ വളരെ കൃത്യമാണല്ലോ ഉത്തരം. നരേന്ദ്രമോദി എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നിർഭാഗ്യവശാൽ കേരളത്തിലുള്ളത്. പഴയ പോരാട്ടമൊന്നുമല്ല. ഇപ്പം മകളുടെ കേസിൽ നിന്ന് രക്ഷപ്പെടണം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. നമുക്കൊക്കെ അറിയാലോ, കോവിഡ് കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വങ്കത്വം BJP ഉന്നയിച്ചു. BJPയുടെ നേതാവ് ഉന്നയിച്ചു. രാത്രി പാത്രം മുട്ടി ഗോ കോവിഡ് ഗോ എന്ന് മുദ്രാവാക്യം വിളിച്ചാൽ പോകും എന്ന് പറഞ്ഞു. ടോർച്ച് അടിക്കാൻ പറഞ്ഞു. ടോർച്ച് അടിച്ചപ്പോൾ നമ്മളൊക്കെ ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ പിണറായി വിജയൻ വീട്ടിൽ ലൈറ്റ് കത്തിക്കിടക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോഴും മനസ്സിലായില്ല എന്തിന് കത്തിച്ചു. ഇതാണ് ലാവ്ലിൻ കേസ് 38 തവണ മാറ്റി വെച്ചു. എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. ഇന്ത്യ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിമാരുടെയും വീടിന്റെ പിറകിൽ ആല കെട്ടിയിട്ടില്ല. ഇവിടെ പെൻഷൻ കൊടുക്കാൻ പണമില്ല, ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പണമില്ലാത്ത സാഹചര്യത്തിൽ, ട്രഷറിയിൽ പണമില്ലാത്ത സാഹചര്യത്തിൽ 10 കുറെ ജീവനക്കാരെ വെച്ച് 19 പശുക്കളെ പോറ്റി ഗോശാലയുണ്ടാക്കി നരേന്ദ്രമോദിക്ക് കാണിച്ചു കൊടുക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊടകര കുഴൽപ്പണ കേസ് നമ്മളിവിടെ ചർച്ച ചെയ്തു ഒരുപാട്. എവിടെ എത്തി കൊടകര കുഴൽപ്പണ കേസ്? കോഴിക്കോട്ട് നിന്ന് വലിയ വണ്ടിയിൽ കോടിക്കണക്കിന് രൂപ BJP-ക്കാർ കൊണ്ടുപോയി BJP-ക്കാർ തന്നെ തട്ടി. ആ കേസ് എവിടെയും എത്തിയില്ല. സുന്ദരയുടെ കേസ് എവിടെയും എത്തിയില്ല. ജാനുവിന്റെ കേസ് എവിടെയും എത്തിയില്ല. ഇനി ഇപ്പുറത്ത് നേരെ തിരിച്ച് KT ജലീൽ അങ്ങ് ED-ക്ക് മുന്നിൽ പോയത് വാർത്തയായിരുന്നു. ആ കേസ് എവിടെ എത്തി? അതിനെപ്പറ്റി അറിയില്ല. അതിനുശേഷം വന്ന എല്ലാ തട്ടിപ്പുകളും, ലൈഫ് മിഷൻ അഴിമതി ഉൾപ്പെടെയുള്ള എല്ലാം അന്വേഷിക്കുമെന്ന് പറയും. എവിടെയും എത്തിയില്ല. അവ സ്വാഭാവികമായ സംശയം ഞങ്ങൾക്കുണ്ട് ഇവർ തമ്മിലുള്ള ബാന്ധവം. ആ ബാന്ധവം തുറന്നു കാണിക്കേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഞങ്ങളിവിടെ പ്രതിക്കൂട്ടിലാക്കി നിർത്തുന്നത് കേരളത്തിൽ. നിജേഷ്, അത് VD സതീശനും K സുധാകരനും MOS പറയുന്നത് മനസ്സിലാക്കാം. രാഹുൽ ഗാന്ധി അത് എന്തിനു പറയണം? രാഹുൽ ഗാന്ധി പറയണ്ടേ? രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞാൽ കോഴിക്കോട്ടെ കടപ്പുറത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയൻ എന്നാൽ VD സതീശനെതിരെ പറഞ്ഞാൽ പോരായിരുന്നോ?
അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പറഞ്ഞാൽ പറയരുത്, കെ സുധാകരനെതിരെ പറഞ്ഞാൽ പോരുത്. അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ റിമൈൻഡ് ചെയ്ത് കേൾക്ക്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആകെ പരാമർശിച്ച പേര് രാഹുൽ ഗാന്ധിയുടേതാണ്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസാണ് തല്ലി തകർത്തത്. രാഹുൽ ഗാന്ധിക്കാണ് പൊറോട്ട വേണോ ഇത് വേണോ എന്ന് ചോദിച്ചത്. രാഹുൽ ഗാന്ധിയാണ് പപ്പു എന്ന് വിളിക്കുന്നത്. അപ്പൊ തിരിച്ചു പറയാനുള്ള മറ്റ് മുഖ്യമന്ത്രിമാരുടെ ഒക്കെ വീട്ടിൽ, കേജ്രിവാളിന്റെ വീട്ടിൽ വരുന്നു, മറ്റ് മുഖ്യമന്ത്രിമാരുടെ മന്ത്രിസഭയ്ക്കൊക്കെ എടുത്തു വരുമ്പോൾ ഇവിടെ വഴിയിൽ എത്തി നിൽക്കുന്നു. 2019 രജിസ്റ്റർ ചെയ്ത FIR കേസ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നമ്മളൊക്കെ കണ്ടത് ഇപ്പോഴല്ലേ, 2019 മുതലുണ്ട്. ആ കേസ് ഇങ്ങനെ തട്ടി ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലെ നിൽക്കുന്നു. അതിനനുസരിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നിലപാടും എടുക്കുന്നു. ഞങ്ങൾക്കത് സംശയമുണ്ട്. ആ സംശയമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അത് ഞങ്ങൾ പറയുന്നത് രാഹുൽ ഗാന്ധിയും പറയും. എന്താ സംശയം? ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷം, കേരളത്തിലെ ഇടതുപക്ഷം, ഞങ്ങൾ പറയാം, ഒന്നുകൂടി പറയാം, ഇപ്പൊ കേരളത്തിലെ ഇടതുപക്ഷത്തിന് നിലപാടുണ്ട് എങ്കിൽ കേരളം വിട്ടേക്ക്. അതിനപ്പുറത്ത് ഇന്ത്യ മുന്നണി മത്സരിക്കുന്ന സീറ്റിൽ 46 സീറ്റിൽ 20 കഴിച്ച് ബാക്കി 26 സീറ്റിലും രാഹുൽ ഗാന്ധി വോട്ട് ചോദിക്കാൻ പോകുന്നത് ഇവർക്ക് വേണ്ടിയല്ലേ? ഡിണ്ടിഗലാണെങ്കിലും സിക്തറിലാണെങ്കിലും ചിക്ബല്ലാപൂരാണെങ്കിലും മുർഷിദാബാദിലാണെങ്കിലും രാഹുൽ ഗാന്ധി വോട്ട് ചോദിക്കാൻ പോകുന്നുണ്ട്. പോണ്ടിച്ചേരിയിൽ വൈദ്യലിംഗവും നമശിവായും തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വൈദ്യലിംഗത്തിന് അനുകൂലമായിട്ട് അല്ലെ നിലപാടെടുക്കേണ്ടത്. പക്ഷേ കോഴിക്കോടിന്റെയും മാഹിയുടെയും ഇടയ്ക്കുള്ള CPM-കാർ പ്രഭുദേവ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണ് പിന്തുണ കൊടുക്കുന്നത്. ഇത് തന്നെയാണ് ഇവരുടെ പ്രശ്നം. ഇത് തന്നെയാണ് വിശാല താല്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല. അവരുടെ താല്പര്യം സങ്കുചിതമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ സങ്കുചിത രാഷ്ട്രീയത്തെ ഞങ്ങൾ തുറന്നു കാണിക്കുക, ഒരു സംശയം വേണ്ട. ശരി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല പിണറായി വിജയൻ, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്, ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹം സംസാരിക്കുന്ന രീതി നമ്മളിപ്പോൾ കേട്ടതാണ്. അതായത് പപ്പു എന്ന് BJP-കാർ രാഹുൽ ഗാന്ധിയെ വിളിപ്പിക്കുന്നതിനെ പേരെടുത്ത് പറയാതെ പരോക്ഷമായി പരാമർശിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വ്യക്തിനിഷ്ഠമായി സംസാരിച്ചു വേണമോ കേരളത്തിലെ 20 സീറ്റിൽ ജയിക്കാൻ? സീറ്റിൽ ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല, രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. സംഘപരിവാർ എന്ന ഫാസിസ്റ്റ് ഭീഷണിക്കെതിരായിട്ട് കോൺഗ്രസ് എത്രത്തോളം ദുർബലമായിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത്, എത്രത്തോളം BJP-യുമായി സമരസപ്പെട്ടു പോകുകയാണ്, എത്രത്തോളം അവർ പല കാര്യങ്ങളിലും ചാഞ്ചാടി കളിക്കുകയാണ് എന്ന കാര്യം അജിംസ് തന്നെ നയിച്ച എത്രയോ ചർച്ചകളിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന നിജേഷ് പറയുന്നത് പൗരത്വ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണോ അല്ല BJP ആണോ? തീർച്ചയായിട്ടും 2019 പൗരത്വ നിയമം കൊണ്ടുവന്നത് BJP-യാണ്. പക്ഷെ നിങ്ങൾ പാർലമെന്റിൽ എടുത്ത നിലപാടെന്താണ്? നിങ്ങൾ പാർലമെന്റിൽ, ഇന്ത്യയുടെ രാജ്യസഭയിൽ പൗരത്വ നിയമത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചോ? കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ ഈ പൗരത്വ നിയമത്തിനെതിരായിട്ട് നിലപാടുള്ള, അതിനെ എതിർക്കുന്ന കക്ഷികളെ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചോ? ഇടതുപക്ഷ MP-മാര് പൗരത്വ നിയമത്തിനായിട്ട് അമെൻഡ്മെന്റ് കൊടുത്തപ്പോൾ കോൺഗ്രസും കൊടുത്തു. പക്ഷേ BJP, അമിത്ഷാ കണ്ണുരുട്ടി വോട്ടെടുപ്പിന്റെ സമയം വന്നപ്പോൾ അത് പിൻവലിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ലാതെ, ഒരു പ്രതിബദ്ധതയുമില്ലാതെ കോൺഗ്രസിന്റെ MP-മാർ നൽകിയ നിർദ്ദേശങ്ങൾ അവർ പിൻവലിച്ചു. അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന എന്താണ്? തങ്ങളുടെ അമെൻമെന്റ് നിർദ്ദേശങ്ങൾ പിൻവലിക്കുന്നതിലൂടെ BJP-ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ ചരിത്ര പശ്ചാത്തലം എന്നെ പറയാൻ സമ്മതിക്കണം. 1985 മിസ്റ്റർ രാജീവ് ഗാന്ധി ആസാം വംശീയ സംഘടനകളായിരിക്കുന്ന ആസാം ഗണസംഗ്രാം പരിഷത്ത് പോലുള്ള സംഘടനകളുമായിട്ട് ചർച്ച ആരംഭിക്കാൻ തുടങ്ങിയത്. ആ ചർച്ച അന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ നെല്ലിയ പർവ്വത ഗ്രാമത്തിലുണ്ടായ വലിയ രീതിയിലുള്ള കൂട്ടക്കൊലയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒരു സമാധാനം ഉണ്ടാകുന്നതിന് സഹായകരമാകും എന്നല്ല നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ചർച്ചയുടെ ഭാഗമായിട്ട് ആസാം അക്കോർഡ് ഉണ്ടായി. ആ ആസാം അക്കോർഡ് എന്താണ്? 1966 മുമ്പ് ബംഗാളി സംസാരിക്കുന്നവരായ ആളുകൾ ആസാമിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ താമസിക്കാം. അതിനുശേഷമുള്ള മുഴുവൻ ആളുകളും എന്താണ്? അവരുടെ പൗരത്വ രേഖ കൊണ്ടുവരണം. അങ്ങനെ ഒരു ബില്ല് 1987 ആസാം അക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ 1987 അന്നത്തെ രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ കോൺഗ്രസ്സുകാരനായ ബൂട്ടാ സിംഗ്, അന്നത്തെ ആഭ്യന്തരമന്ത്രി, ഒരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ലോകസഭക്കകത്തും രാജ്യസഭക്കകത്തും അതിശക്തമായ നിലപാട് ഇടതുപക്ഷം എടുത്തു, CPM എടുത്തു, മുസ്ലിം ലീഗ് എടുത്തു, മറ്റ് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതികരിക്കുന്ന സംഘടനകളുടെ MP-മാരെടുത്തു. കോൺഗ്രസ് കൊണ്ടുവന്ന ഈ കുടിയേറ്റ വിരുദ്ധ ബില്ല്, അതാണല്ലോ പൗരത്വ നിയമത്തിന്റെ പ്രാഗ്രൂപം എന്ന് പറയുന്നത്. ഈ കുടിയേറ്റ വിരുദ്ധ നിയമത്തിൽ എന്താണ് പറഞ്ഞത്? 1970-കൾക്ക് ശേഷമുള്ള ആളുകൾ അവരുടെ പൗരത്വം തെളിയിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളായ ആളുകൾ അവിടുത്തെ പൗരത്വ ട്രിബ്യൂണിന് മുമ്പിൽ പോയിട്ട് തങ്ങൾ ഇവിടുത്തുകാർ തന്നെയാണ്, ഇവിടെ താമസിക്കുന്നവരാണ്, ഞങ്ങളുടെ പൂർവികർ ഇവിടുത്തുകാരാണ്, ഇവിടെ ജനിച്ചു വളർന്നവരാണ് എന്ന രേഖ കൊടുക്കണം. അത് വളരെ വിവാദപരമായി നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്.
അതിനുശേഷം 2016 BJP കൊണ്ടുവന്ന പൗരത്വ നിയമം അന്നവർക്കത് നിയമമാക്കാൻ കഴിയാതെ പോയത് 2019 അവർ കൊണ്ടുവന്നത് അന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷത്തെ ഏകോപിപ്പിച്ച് ഇതിനെ പ്രതിരോധിക്കാൻ ഒരു മുൻകൈയും കാണിച്ചിരുന്നു മാത്രമല്ല തങ്ങൾ കൊടുത്ത ഭേദഗതി നിർദ്ദേശങ്ങൾ പിൻവലിച്ച് പൗരത്വ നിയമമാക്കുന്നതിന് സഹായകരമായ നിലപാട് കോൺഗ്രസ് എടുത്തു. നിങ്ങൾ അതായത് പാർലമെന്റിൽ CAA വന്നു കഴിഞ്ഞപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് UDFന്റെ എംപിമാരൊക്കെ സൈലന്റ് ആയിരുന്നു എന്നൊരു ധ്വനി ഇന്ന് തുടങ്ങിയതല്ല. 2021 കോഴിക്കോട് കടപ്പുറത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ധാരാളമായി പ്രചരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ചെറിയ റിസർച്ച് അല്ല, വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം 6 UDF എംപിമാർ CAAക്കെതിരെ പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അത് വസ്തുതയാണ്, റെക്കോർഡഡ് ആണ്. ശശി തരൂർ, ET മുഹമ്മദ് ബഷീർ, ആന്റണി, VK ശ്രീകണ്ഠൻ ഒരു സ്വകാര്യ ബില്ല് തന്നെ കൊണ്ടുവന്നു പാർലമെന്റിൽ, തോമസ് ചാഴിക്കാടൻ, ഇവരൊക്കെ UDFന്റെ പ്രതിനിധികളാണ്. അവർ ആ ഡിബേറ്റിൽ പങ്കെടുത്ത ആ ബില്ലിനെ എതിർത്തവരാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് സൈലന്റ് ആയിരുന്നു എന്ന് പറയുന്നത്? ലോകസഭയിൽ ബില്ല് വന്നപ്പോൾ അവർ എല്ലാ പ്രതിപക്ഷങ്ങളും DMK ഉണ്ട്, തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അതിശക്തമായി എതിർത്തു. പക്ഷേ മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന നിലക്ക് രാജ്യസഭയിൽ ആ ബില്ലിനെ പരാജയപ്പെടുത്താൻ എന്ത് നീക്കം കോൺഗ്രസ് നടത്തി? BJP കൊണ്ടുവന്ന ബില്ലിനെ പരാജയപ്പെടുത്താൻ അന്നത്തെ NDA മുന്നണിയിലെ ആസാം ഗണസംഖ്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ പൗരത്വ നിയമത്തിന് മറ്റൊരർത്ഥത്തിൽ എതിരായിരുന്നു. അത്തരം എതിർപ്പുള്ള ആളുകളെ മുഴുവൻ ഏകോപിപ്പിക്കാനുള്ള ഒരു മുൻകൈ ഉണ്ടായില്ല. അന്നത്തെ പാർലമെന്റിലെ പ്രതിപക്ഷ കോൺഗ്രസിന്റെ സഭാ ലീഡറായിരുന്ന ആസാംകാരൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം ഈ നിയമത്തെ തങ്ങൾ അനുകൂലിക്കുന്നോ അല്ല എതിർക്കുന്നോ എന്ന കാര്യം വ്യക്തമാക്കാതെയാണ് പ്രസംഗിച്ചത്. എന്ത് പ്രസംഗിച്ചാലും അവസാനം വോട്ടെടുപ്പ് വന്നപ്പോൾ തങ്ങളുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ കോൺഗ്രസ് പിൻവലിച്ചില്ലേ? ഇടതുപക്ഷം പിൻവലിച്ചോ? ഇത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം അതിശക്തമായി ഉന്നയിക്കുന്നതിൽ കോൺഗ്രസ് നിഷ്ക്രിയമായ നിലപാടല്ലേ സ്വീകരിച്ചത്? ഇത് ചരിത്രമാണ്. ഈ ചരിത്രത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇത് ചരിത്രമാകുന്നത് എന്തുകൊണ്ടാണ്? ഹിന്ദുത്വത്തിന്റെ പല അജണ്ടകളും ഹിന്ദുത്വത്തിന്റെ പല പ്രത്യയശാസ്ത്ര നിലപാടുകളും പിൻപറ്റുന്നവരാണ് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരെന്നുള്ളത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. ആ ചരിത്രപരമായ വസ്തു നിലനിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ഇന്ന് പ്രതിപക്ഷ പാർട്ടിയാണ്, BJP അധികാരത്തിലിരിക്കുന്നത്. അപ്പൊ BJP എതിർക്കുന്നതിൽ കരുത്താർന്ന ശക്തമായ നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് വളരെ ദുർബലമായ, വളരെ മയപ്പെട്ട, വളരെ സമരസപ്പെടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ആ സമരസപ്പെടുന്ന സമീപനത്തെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, കേരളത്തെ ഞങ്ങൾ കോൺഗ്രസ്സായിട്ട് മത്സരിക്കുക, 2004 ഞങ്ങൾ കോൺഗ്രസ്സായിട്ട് ജയിച്ചത്. ഈ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ 43 CPM എംപിമാരുണ്ടായിരുന്നു, 61 ഇടതുപക്ഷ എംപിമാരുണ്ടായിരുന്നു. ഞങ്ങൾ പാർലമെന്റിൽ പോയിട്ട് എന്താ ചെയ്തത്? BJPയെ മാറ്റി നിർത്താൻ കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. ഞങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ ഇപ്പോൾ BJP നേതൃത്വം കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളിലെ ശക്തി ആർക്കാണ്, ഉറപ്പ് ആർക്കാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമാകാം. നിങ്ങളുടെ നിലപാടിന്റെ വ്യക്തത, നിങ്ങളുടെ നിലപാടിന്റെ മികവ് നിങ്ങൾക്ക് ജനങ്ങളോട് പറയാം. ഒരു നിമിഷം ശരി, തത്വാധിഷ്ഠിതമായ ഒരു നിലപാട് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് ജനങ്ങളോട് പറയാം. പക്ഷെ നോക്കൂ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, 20 കൊല്ലം മുമ്പ് രാഹുൽ ഗാന്ധിയെ അമുൽ ബേബി എന്ന് വിളിക്കുന്ന VS അച്യുതാനന്ദന്റെ നിലപാടിൽ എന്ന് നമ്മൾ കാണണം. താഴ്ന്ന നിലവാരത്തിലാണോ ഒരു ദേശീയ നേതാവ് സംസാരിക്കേണ്ടത്? ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അതാണ് എന്റെ ചോദ്യം. എന്താണ് കോൺഗ്രസ്സുകാർക്ക് പറയാമല്ലോ, ഞങ്ങൾ ഇതാ പാർലമെന്റിൽ പൗരത്വ നിയമത്തെ ഇപ്പോൾ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തു നോക്കാൻ അജീബ്സ് പറയുന്നില്ല, അങ്ങനെ അവർ പറയട്ടെ, ഞങ്ങളും അത്തരം വിവരങ്ങൾ കൃത്യമായി ജനങ്ങളോട് പറയാം. അതിനെന്താ തെറ്റ്? അത് സംവാദാത്മകമാകട്ടെ. അങ്ങനെ സംവാദാത്മകമാകുമ്പോൾ തന്നെ ജൂൺ 3-ാം തീയതി റിസൾട്ട് വന്നാൽ ഗവൺമെന്റ് രൂപീകരിക്കാനും BJP ഒഴിച്ചു നിർത്താനുമുള്ള സാധ്യതക്ക് കോൺഗ്രസിന് തന്നെയായിരിക്കും, കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യ മുന്നണിക്ക് തന്നെയായിരിക്കും ഇടതുപക്ഷത്തിന്റെ പിന്തുണ. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ നിലപാട് തത്വാധിഷ്ഠിതമാണ്, അവസരവാദപരമല്ല, ഹിന്ദുത്വാനുകൂലമല്ല. അതാണ് അജിംസ് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്. ശരി, ശ്രീ പ്രിന്റു, ഇവിടെ ഒരു പ്രശ്നം, അതായത് രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോർമുഖം തുറക്കുന്നത് തന്നെ നിങ്ങളെ ചൊല്ലിയാണ്. നിങ്ങളുടെ നിലപാടിനോട് ആരാണ് ചേർന്ന് നിൽക്കുന്നത്, നിങ്ങളെ ആരാണ് എതിർക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി തന്നെ ആരോപിക്കുന്നു BJPയുമായി പിണറായി വിജയൻ അണ്ടർ ദ ടേബിൾ കൈകോർക്കുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് അദ്ദേഹം പോലും നടത്തുന്നത്, രാഹുൽ ഗാന്ധി പോലും നടത്തുന്നത്. ഇതിൽ നിങ്ങളുടെ ഒരു ടേക്ക് എന്താണ്? കേരളത്തില് പിണറായി വിജയന്റെ BJPയോടുള്ള സമീപനവും BJPയുടെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുമൊക്കെ ഞങ്ങളോടൊരു സോഫ്റ്റ് കോർണറാണെന്ന് കേരളത്തിൽ അരിയാരും കഴിക്കുന്ന ഒരാൾ വിശ്വസിക്കില്ല. ഏറ്റവും അധികം CAA വിഷയമായിക്കോട്ടെ, രാമക്ഷേത്ര വിഷയമായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ
ആക്രമിക്കപ്പെട്ട BJP ആക്രമിച്ച ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചത് പിണറായി വിജയനാണ്. അപ്പൊ അങ്ങനെയുള്ള പിണറായി വിജയനുമായിട്ട് പ്രത്യേകിച്ച് അഴിമതിയുടെ കറപുറന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ BJP പോലെ പ്രസ്ഥാനം അധികമായി സന്ധി ചെയ്യും എന്നുള്ളതൊക്കെ കോൺഗ്രസിന്റെ ആരോപണം മാത്രമാണ്. ഇപ്പൊ നടക്കുന്ന സത്യത്തിൽ ഈ ചക്കളത്തിപ്പോരിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ ഇന്ത്യയുടെ രാഷ്ട്രീയ റിയാലിറ്റി കൃത്യമായിട്ട് ഇടതുപക്ഷവും പ്രത്യേകിച്ച് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. രണ്ടുകൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഓൾ ഓവർ ഇന്ത്യ പിടിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുക, അല്ലെങ്കിൽ BJP വളർന്ന് രാജ്യത്തെ മോചിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് പിണറായി വിജയനെ എങ്ങനെ ജയിലിലടയ്ക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തിരിച്ച് പിണറായി വിജയൻ ചോദിക്കുന്നത് നിങ്ങളുടെ മുത്തശ്ശി ഞങ്ങളെ ജയിലടച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ വീപ്പലൊക്കെ ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പക്വതയില്ലാത്ത രണ്ട് നിലവാരം താണ ചർച്ചകളിലേക്ക് ഒരു ഇന്ത്യ മുന്നണി സഖ്യത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ മാറി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇതിന് ഈ അദ്ദേഹം നേരത്തെ KT കുഞ്ഞിക്കട്ടൻ പറഞ്ഞ തത്വാധിഷ്ഠ സമീപനമൊന്നുമല്ല, ഇത് അവസരവാദപരമാണ്. ഈ അവസരവാദപരമായ സമീപനമാണ് സത്യത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് CPM-നെ ഇടതുപക്ഷം മുന്നണിയും തകർത്തിട്ടുള്ളത്. നേരത്തെ KT കുഞ്ഞിക്കട്ടൻ പറഞ്ഞല്ലോ, 44 MP-മാരും 61 ഇടതുപക്ഷത്തിന്റെ മുന്നണി MP-മാരുണ്ടായിരുന്ന സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നു. പിന്നീട് എങ്ങനെയാണ് ഇടതുപക്ഷം തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാം UPA സർക്കാരിന് ഈ തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചു. പിന്നീട് നിങ്ങൾ എന്താ കാണുന്നത്? ഇന്ന് കനലുക്ക് തരി മാത്രമായിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും CPM ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഇന്ന് പിണറായി വിജയൻ വളരെ സ്ട്രാറ്റജിക്കലായിട്ട്, ഒരുപക്ഷെ പിണറായി വിജയൻ സത്യത്തിൽ രാഹുൽ ഗാന്ധി അങ്ങനെ ആക്രമിക്കുന്ന ശൈലിയൊന്നും കേരളത്തിൽ സ്വീകരിച്ചിട്ടില്ല. കൃത്യമായിട്ട് പിണറായി വിജയൻ കൃത്യമായിട്ട് നോന്തൊരു പശ്ചാത്തലം കൂടിയിട്ട് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി എഫക്റ്റിന്റെ ഫലത്തിന്റെ ഭാഗമായിക്കൊണ്ട് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് അത് മാത്രമല്ല, ശബരിമല പോലെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ സാഹചര്യത്തെയും കൃത്യമായിട്ട് UDF മുതലാക്കി. പക്ഷെ ഇന്ന് ഒരു രാഹുൽ ഗാന്ധി എഫക്റ്റ് ഇല്ല. രണ്ടാമത്, രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വരുമെന്നുള്ള ദിവാസ്വപ്നം ആർക്കുമില്ല. പിണറായി വിജയൻ മനസ്സിലായി രാഹുൽ ഗാന്ധി എഫക്ട് കൊണ്ട് CPM-ന്റെ ഒരു കനൽത്തരിയെ 2 or 3 കനൽത്തരി ആക്കണമെങ്കിൽ കോൺഗ്രസിനെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്ന സമീപനം ഉണ്ടാകണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ചക്രവർത്തിക്ക് ഒരു സത്യത്തിൽ കേരളത്തിനകത്ത് ആരാണ് ശക്തർ? ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യ മുന്നണി വരെ രാജ്യം ഭരിക്കുക ഈ KT കുഞ്ഞിക്കട്ടൻ പറഞ്ഞ തത്വനിഷ്ഠമായ നിലപാടൊന്നുമല്ല. ഈ 20 സീറ്റിനകത്ത് കോൺഗ്രസിന് എത്ര, CPM-ന് എത്ര എന്നുള്ളൊരു തർക്കം മാത്രമായിട്ടാണ് ഞങ്ങൾ ഇതിന് കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസമുള്ള തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ ഈ സഖ്യം രൂപീകരിക്കുന്ന പഴയ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞ് തകർന്നടിയും. കാരണം എന്താണ്? യാതൊരു നയപരമായ സമീപനമില്ലാത്ത ഒരു പറ്റം അഴിമതിക്കാരും ഒരു പറ്റത്തിലുള്ള രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകൾക്ക് സഖ്യമാണ്. ആ സഖ്യം തകർന്നടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഞങ്ങൾ കണ്ടിരുന്നു. അത് ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പ്രിന്റു, ഈ പറയുന്നത് പോലെ ഇതൊരു ചക്കളത്തിപ്പോരെന്നതിനപ്പുറം ഇവർ തമ്മിൽ തർക്കിക്കുന്നുണ്ട്, അത് വ്യക്തിനിഷ്ഠമായ ആരോപണങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നതിനപ്പുറം ഇവർ രണ്ടുപേരുടെയും ആക്രമണത്തിന്റെ കുന്തമന നിങ്ങൾക്ക് നേരെയാണ്. കാരണം നിങ്ങളുമായി ഒരു തരത്തിലും കൈകോർക്കരുത്, നിങ്ങളുമായി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടിന്റെ പരിസരത്തേക്ക് പോലും വരരുത് എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം. അപ്പോ നിങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇരു മുന്നണികളും. തീർച്ചയായും അല്ല, കേരളത്തിന്റെ സത്യത്തിൽ ഈ സംഘടിത ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം ന്യൂനപക്ഷ വോട്ട് CPM-ലേക്ക് പോകുന്നു എന്നുള്ള ധാരണ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതേ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കൃത്യമായി ഈ സംഘടിത ന്യൂനപക്ഷം എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രിന്റു? ഭൂരിപക്ഷം സംഘടിതരല്ലേ? ഭൂരിപക്ഷ സമുദായത്തിൽ സംഘടിത സമുദായ സംഘടനകളില്ലേ? ആരാണ് സാർ ഭൂരിപക്ഷം? കേരളത്തിലെ സംഘടിത ന്യൂനപക്ഷം പോലെ കേരളത്തിലെ ഏത് ഭൂരിപക്ഷ സംഘടനയ്ക്കാണ് അങ്ങനത്തെ സ്വാധീനം ഈ കേരളത്തിലുള്ളത്? ഒരിക്കലുമില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. പെരുന്നയിലിരുന്ന ഒരാൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എവിടെയാണ് സാർ? എവിടെയാണ് കേരളത്തിലെ പ്രബലമായിട്ടുള്ള ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഏത് സംഘടനയ്ക്കാണ് കേരളത്തിൽ ഒരു മണ്ഡലത്തിനകത്ത് ഞങ്ങൾ പറയും നാളെ വിജയിപ്പിക്കാൻ പറ്റുമെന്ന് പറയാനുള്ള സ്ഥലം ഏതാണുള്ളത്? ഇതൊക്കെ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർ കേൾക്കും, മെല്ലെ പറയൂ. അല്ല, ഞാൻ പറഞ്ഞു രാഷ്ട്രീയത്തിനകത്ത് പ്രസ്ഥാനിഷ്ഠിതമായി പിന്തുണയ്ക്കപ്പുറത്തേക്ക് ഈ പറയുന്ന ആളുകൾ വിചാരിച്ചു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിക്കൂ എന്ന രീതിയിലൊന്നും കേരളത്തിൽ അങ്ങനെ ഒരു ഭൂരിപക്ഷ സമുദായത്തിന് സംഘടിതമായിട്ടുള്ള സ്ഥലമില്ല. അത് മൈനോറിറ്റി അങ്ങനെയല്ല. പ്രത്യേകിച്ച് മലബാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞാൻ പറയാൻ അനുവദിക്കണം. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന നമ്മൾ അദ്ദേഹം പറഞ്ഞത് 24 മണിക്കൂർ ഞാൻ RSS-നെതിരെ പറയുന്നു. ഞാൻ RSS-നെതിരെ പറയുന്നത് എനിക്കെതിരെയാണ് പിണറായി വിജയൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിനെ RSS-നെ കൂടെ പിടിക്കുന്നതിന് പിന്നെ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം പിടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടത് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം ഇടതുപക്ഷത്തിന് ഇപ്പൊ ഒരു ഭയമുണ്ട്, കോൺഗ്രസിന് ഒരു ഭയമുണ്ട്,
മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത. കാരണം CA അടക്കമാവട്ടെ, രാമക്ഷേത്ര വിവാദമായിക്കോട്ടെ, ഏറ്റവും അധികം ആദ്യം ഉറഞ്ഞു തുള്ളിക്കൊണ്ട് രാജ്യത്ത് വർഗീയമായിട്ട് ധ്രുവീകരണത്തിന് ശ്രമിച്ചത് CPM. കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചത് CPM ആണ്. അതിന്റെ ഫലമായിട്ട് ഈ പറയുന്ന CA അടക്കമുള്ളതിൽ കോൺഗ്രസിന്റെ ഒരു നിഷ്പക്ഷ നിലപാടുണ്ട്. ആ നിഷ്പക്ഷ നിലപാട് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിലേക്ക് മാറിയാൽ നേരത്തെ പറഞ്ഞ 19 സീറ്റ് പോയിട്ട് അത് 5 or 6 സീറ്റിലേക്ക് ഒതുങ്ങാവുന്ന സാഹചര്യം കോൺഗ്രസ് ഉണ്ടാവും. ആ സാഹചര്യം മറികടക്കാനാണ് പ്രത്യേക സ്ട്രാറ്റജി രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്നത്. അതൊരു സത്യം ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ ഭാഗമല്ല, ഈ കേരളത്തിനകത്ത് നടക്കുന്ന ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള 20 സീറ്റ് പിടിക്കാനുള്ള പോരാട്ടം. ശരി പ്രിന്റു, ഞാൻ വരാം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇത് ഒരുതരം നിലവാരം താഴ്ന്ന ഒരു പ്രചാരണ രീതിയായി തോന്നുന്നില്ല, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തും പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുള്ളത്. ഒരു വശത്ത് എന്തുകൊണ്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദ്യമുയർത്തുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഈ കേന്ദ്ര ഏജൻസികളാൽ വേട്ടയാടപ്പെടുന്ന ഒരു മനുഷ്യൻ തന്നെ. മറുവശത്ത് അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ ജയിലിലിട്ട മുത്തശ്ശിയെ ഓർമ്മിപ്പിക്കുന്നു പിണറായി വിജയൻ. മറ്റൊന്ന് പപ്പു എന്ന് പേര് വിളിക്കാതെ വിളിക്കുന്നു. VS അച്യുതാനന്ദൻ അമുൽ ബേബി എന്ന് വിളിച്ചു കഴിഞ്ഞു 2 പതിറ്റാണ്ട് കഴിഞ്ഞ് വീണ്ടും അതേ രാഷ്ട്രീയ ഭാവുകത്വത്തിലേക്ക് CPM-നെ പിണറായി വിജയൻ കൊണ്ടുപോവുകയാണ്. അല്ല അജിംസ്, ഞാൻ പിണറായി വിജയന് ഈ മിമിക്രി കാണിക്കാൻ അറിയാം എന്ന് മനസ്സിലാക്കിയത് ഇന്നാണ്. ഇതിനു മുൻപ് VS അച്യുതാനന്ദൻ്റെ മിമിക്രിയാണ് കേട്ടിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇന്ന് പറയുന്ന ആ ശൈലിയൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് അത് അദ്ദേഹം തന്നെയാണോ ഒന്ന് ചിന്തിച്ചു പോയി. പിന്നെ അതേ ഇലക്ഷൻ സമയത്ത് പരനാറിയെന്നും അതുപോലെ ഏതൊക്കെ വാക്കുകൾ അദ്ദേഹത്തിന് വായിൽ വരുന്നു അതൊക്കെ വളരെ കരുതിക്കൂട്ടി പ്രയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഇതും അദ്ദേഹം കരുതിക്കൂട്ടി തന്നെ പ്രയോഗിച്ചതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇതിൻ്റെ നിലവാര തകർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് 2 പ്രശ്നം ഞാൻ പറയാം. ഒന്ന്, അദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞ തവണ മത്സരിച്ചു, അദ്ദേഹം സിറ്റിംഗ് MP ആണെന്നാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവിനോട് ചോദിച്ചാൽ പറയും അദ്ദേഹം സിറ്റിംഗ് MP ആണ്, അപ്പോൾ സിറ്റിംഗ് MP ക്ക് മത്സരിക്കാൻ പാടില്ലേ. കഴിഞ്ഞ തവണ ഇവിടെ അദ്ദേഹം വന്ന് മത്സരിച്ചതിൻ്റെ പുകിൽ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ ലീഗിൻ്റെ കൊടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് CPM അതിനെ പച്ചയായിട്ട് വർഗീയവൽക്കരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ബൃന്ദ കാരാട്ട് വന്നിട്ട് അതിനെ കൂടുതൽ വർഗീയവൽക്കരിക്കുന്നു. ആനി രാജ വന്ന് അതിലും മോശമായി വർഗീയവൽക്കരിക്കുന്നു. അല്ലെങ്കിൽ അവർ സ്ഥാനാർത്ഥി തന്നെയാണ്. അപ്പോൾ ഇന്ന് സാന്ദർഭികവശാൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി. അത് എനിക്ക് നല്ല ഒരു എന്താ പറയുന്നത്, ഈ സാധാരണ PK ബഷീറൊക്കെ സംസാരിക്കുന്നത് പോലെ വളരെ ഒരു രസത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, പണ്ട് ഇബ്രാഹിം സുലൈമാൻ സേട്ടു EMS-നെയും ഹർകിഷൻ സിംഗ് സുർജിത്തിനെയും ഒക്കെ കണ്ട് ഞങ്ങൾക്ക് അഭയം തരൂ എന്നും പറഞ്ഞ് അവരുടെയൊക്കെ അടുത്ത് ചെന്നപ്പോൾ ആദ്യം മുസ്ലിം പേരിലുള്ള മുസ്ലിം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് വന്ന് ചേർന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ LDF-ൽ കയറ്റിയില്ല എന്നുള്ളതാണ് ചരിത്രം. 94 മുതൽ ഈ INL എന്ന പാർട്ടി എവിടെയായിരുന്നു? പടിക്ക് പുറത്തായിരുന്നു. എവിടെ? പുറമ്പോക്കിൽ. 2016-ൽ ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും PC ജോസഫും ഡോക്ടർ KC ജോസഫും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ കയറാവുന്ന ആൾക്കാരെ വെച്ച് ഒരു പാർട്ടി ഉണ്ടാക്കി ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പേരിൽ LDF-ൽ വന്നു കയറിയപ്പോൾ അവരെ ആ LDF-ൽ ഉൾപ്പെടുത്തണം. പിന്നെ സ്കറിയ തോമസ് എന്ന ഒറ്റയാൾ പാർട്ടിയെയും LDF-ൽ ഉൾപ്പെടുത്തണം എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ 94 മുതൽ പുറമ്പോക്കിലായിരുന്ന INL-നെ LDF-ൽ എടുത്ത ചരിത്രമാണ്, പാരമ്പര്യമാണ് LDF-നുള്ളത് എന്ന് ഇത് കേൾക്കുന്ന മീഡിയ വണ്ണിൻ്റെ ഈ അരിവാൾ സുന്നികളായിട്ടുള്ള പ്രേക്ഷകർ എന്തായാലും അത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുമ്പോഴുള്ള വലിയൊരു വിഷയമുണ്ടല്ലോ, എന്തിനാണ് ദേശീയ നേതാവ് ഇവിടെ വന്ന് മത്സരിക്കുന്നത്? അദ്ദേഹത്തിന് അമേഠിയിൽ ജയിക്കാൻ പറ്റില്ല എന്നൊരു പോയിന്റ് അവിടെ ഇരിക്കട്ടെ. ഇതിൽ അതിനേക്കാൾ വലിയൊരു വിചിത്രമായ കാര്യം, അല്ലെങ്കിൽ നിലവാരം കുറഞ്ഞ, അജിംസിന്റെ വാക്കുകൾ കടമെടുത്താൽ നിലവാരം കുറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം വയനാട് വന്ന് മത്സരിച്ച് അതിൻ്റെ പിറ്റേ ദിവസം അമേഠിയിൽ മത്സരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അമേഠിയിൽ അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് KC വേണുഗോപാലിൻ്റെ സിഗ്നേച്ചർ വെച്ച് ഇവിടെ AICC സർക്കുലർ പുറത്തു വരാൻ പോവുകയാണ്. അതായത് ഇദ്ദേഹം രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നു എന്നുള്ള കാര്യം വയനാട്ടിലെ ജനങ്ങളെ അറിയിക്കാതിരിക്കാനുള്ള വളരെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മൂവാണ് കഴിഞ്ഞ ദിവസം AK ആന്റണി അത് നമുക്കൊക്കെ മുമ്പേ അറിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചനകളുണ്ടായിരുന്നു. അത് രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് അതുപോലും ഉറപ്പില്ല. കാരണം അദ്ദേഹത്തിന് തീരെ ധൈര്യമില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മയെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും അദ്ദേഹത്തെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ പപ്പു എന്ന പേരോ അല്ലെങ്കിൽ അമോൽ ബേബി എന്ന പേരോ ഒക്കെ ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. പക്ഷേ അദ്ദേഹം റിസ്ക് എടുക്കാൻ കഴിയാത്ത, നേതൃത്വ പാടവം കുറവുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇനി
26-ന് ശേഷം, ഏപ്രിൽ 26-ന് ശേഷം അമേഠിയിൽ മത്സരിക്കും എന്ന് വാർത്ത വരികയാണെങ്കിൽ അത് വയനാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളെ പറ്റിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതിന് CPM എന്തൊക്കെ പറഞ്ഞാലും ഈ വർഗീയത മാറ്റിവെച്ചാൽ, എനിക്ക് വർഗീയതയാണ് CPMന്റെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വിഷയമായിട്ട് തോന്നുന്നത്. ഈ വർഗീയത മാറ്റിവെച്ചാൽ ബാക്കി CPM പറയുന്ന എല്ലാ കാര്യത്തോടും ഞാൻ യോജിക്കുന്നു. ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നത് ശുദ്ധ മര്യാദകേടാണ്. അത് CPMനോടാണെങ്കിലും മറ്റ് ഏത് പാർട്ടിക്കാരോടാണെങ്കിലും CPIയോടാണെങ്കിലും ഇവിടെ കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികളെ പറ്റിക്കുന്നതിന് തുല്യവുമാണ്. കോൺഗ്രസ് എന്ന പാർട്ടിയെ നശിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ രാഹുൽ ഗാന്ധി ഇവിടെ ഇങ്ങനെ വന്ന് മത്സരിക്കുന്നതും കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ മാത്രം ചുറ്റിക്കറങ്ങുന്നതും. ഹിന്ദി ഹൃദയഭൂമിയിൽ അദ്ദേഹത്തിന് ഹിന്ദി സംസാരിക്കാൻ അറിയില്ലെങ്കിൽ മറ്റൊരു നേതാവിനെ ആ സ്ഥാനത്ത് കൊണ്ടുവരിക. ഇത് പട്ടി തിന്നുകയുമില്ല, തീറ്റിക്കുകയുമില്ല എന്ന രീതിയിൽ ഈ ഡോഗ് ഇൻ ദി മേഞ്ചർ എന്ന ആ ഒരു അവസ്ഥയിൽ കോൺഗ്രസിനെ കൊണ്ടുപോയി എത്തിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹം ഇവിടെ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത് അത് പിന്നെ ഞാൻ അതിലേക്ക് ആണല്ലോ അജിംസിന്റെ ചോദ്യം. അതെന്തായാലും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അജിംസ ഇൻകം ടാക്സ് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ തർക്ക പരിഹാര സമിതിയുടെ ആ റിപ്പോർട്ട് വായിച്ചിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം കുറെ ചർച്ചകൾ ആങ്കർ ചെയ്തതാണല്ലോ. ആ റിപ്പോർട്ടിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, വീണ വിജയൻ 1.72 കോടി സേവനമൊന്നും കൊടുക്കാതെ വാങ്ങിച്ചു. അഥവാ അവർ 8 ലക്ഷം രൂപ മാസപ്പടി വാങ്ങിച്ചു, തന്റെ പിതാവിന് കിമ്പളം എന്ന രീതിയിൽ അവർ വാങ്ങിച്ചുവെന്ന്. ആ പദവിയിൽ ഇരിക്കാൻ അദ്ദേഹം ഒരു ദിവസം പോലും അർഹനല്ല. അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തിരിക്കുന്നതിന് ഉള്ള ഏക കാരണം നരേന്ദ്രമോദി അദ്ദേഹത്തെ അവിടെ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തന്നെയാണ് എന്നുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, അജിംസിനും ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ അജിംസിനെ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ഒരു ആങ്കർ എന്ന രീതിയിൽ ഉള്ള പരിമിതി ഞാൻ മനസ്സിലാക്കുന്നു. അത് CPMകാർ അവരുടെ ദേശാഭിമാനിയിൽ കൂടി പകൽ രാത്രിയാണെന്നും രാത്രി പകലാണെന്നും പറയുമ്പോൾ അത് കേട്ട് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ ഉള്ള അടിമകളുള്ള ആ പാർട്ടിക്ക് അവർക്ക് എന്തും പറഞ്ഞ് ഫലിപ്പിക്കാം. ഗീബൽസിന്റെ തന്ത്രങ്ങൾ ഉപയോഗിക്കാം, നുണ പറയാം, അർദ്ധസത്യങ്ങൾ പറയാം, ഈ നുണകൾ തന്നെ വീണ്ടും വീണ്ടും പറയാം. അങ്ങനെ പറഞ്ഞ് പിണറായി വിജയൻ എന്തോ ഇവിടെ ഫാഷിസത്തിന് എതിരെ നിൽക്കുന്ന ആളാണ്, അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് കേരളം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് കരുതുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം എപ്പോഴെങ്കിലും നേരം വെളുക്കും എന്ന് തന്നെ കരുതാം. അതിഥികളിലേക്ക് തിരികെ ശ്രീ നിജേഷ് അരവിന്ദ്, ഈ പറഞ്ഞ വ്യക്തിനിഷ്ഠമായ അഭിപ്രായ പ്രകടനങ്ങളും ആരോപണങ്ങളും മാറ്റിവെച്ചാൽ ഇന്ത്യ മുന്നണി എന്ന ഒരു വിശാലമായ ദേശീയ ആശയത്തെ തന്നെ കൊഞ്ഞനം കുത്തുന്ന ഒന്നല്ലേ കേരളത്തിലാണെങ്കിലും ഇങ്ങനെയൊക്കെ വന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നു, പിണറായി വിജയൻ അതിനോട് പ്രതികരിക്കുന്നു? ഒന്ന്, അജിംസെ, വ്യക്തിനിഷ്ഠമായ ഒരു പരാമർശവും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലും പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള CMനെ വിമർശിക്കാനുള്ള അധികാരം ഒരു രാഷ്ട്രീയ പ്രവർത്തകനുണ്ട്. അത് വിമർശിച്ചിട്ടുണ്ട്, അവർ തമ്മിലുള്ള ബന്ധം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ട്, കേട്ടി ഒരു തത്വാധിഷ്ഠിത നിലപാടുമില്ല. അവസാനത്തെ UPA ഗവൺമെൻറ്റിനെ മറച്ചിടാൻ വേണ്ടി BJPയുമായി കൈകോർത്ത ആളുകളാണ് അന്നത്തെ 43 CPM MPമാർ. നിങ്ങൾ എന്ത് തത്വാധിഷ്ഠിത പറയുന്നത്? അന്ന് അത് BJPക്ക് തന്നെ ഗുണം ചെയ്യാൻ തത്വാധിഷ്ഠിതമൊന്നും CPMന്റെ ഭാഗത്തുനിന്നില്ല. ഇത് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, പിണറായി വിജയൻ എന്തായാലും ഇല്ല. അതുകൊണ്ട് അതിലേക്ക് വേണ്ട. ഇനി മിസ്റ്റർ ആനന്ദ് കൊച്ചുകൂടി, ഞാൻ നിങ്ങളോട് വളരെ ബഹുമാനപൂർവ്വം പറയുകയാണ്, വൈകുന്നേരം ശീതീകരിച്ച മുറിയിൽ കയറി ഇരുന്നുകൊണ്ട് മാധ്യമപ്രവർത്തനം നടത്തുന്നത് എനിക്ക് മോശം വാക്ക് പറയാൻ ഇഷ്ടമുള്ള ആളല്ല. പക്ഷേ ഒരു വ്യക്തിയെ അനാവശ്യമായി ധൈര്യമില്ലാത്തവൻ, പേടിച്ചോടുന്നവൻ എന്ന രീതിയിലൊന്നും പറയരുത്. നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ 110 മാധ്യമപ്രവർത്തകർ ഇന്ത്യയിൽ ജയിലറയ്ക്കുള്ളിൽ കിടക്കുന്നുണ്ട്. ഒരു വാക്കുകൊണ്ട്, ഒരു നോക്കുകൊണ്ട് മിസ്റ്റർ ആനന്ദ് കൊച്ചുകൂടി നിങ്ങൾ ഈ ഭരണ സംവിധാനത്തിന് മിണ്ടുന്നുണ്ടോ? വൈകുന്നേരം ചർച്ചയ്ക്ക് വന്ന് ആ കിട്ടാവുന്ന വലിയ വാക്കുപയോഗിച്ച് ആളുകളെ വിമർശിക്കുക, എന്നിട്ട് അത് ഫേസ്ബുക്കിലോ റീലിലോ ഇട്ടിട്ട് അതിന്റെ ലൈക്കും എണ്ണി കുത്തിരിക്കുക. അതല്ല മാധ്യമപ്രവർത്തനം. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ധൈര്യം അന്വേഷിക്കാനൊന്നും ആളായിട്ടില്ല മിസ്റ്റർ ആനന്ദ് കൊച്ചുകൂടി. ഒരു നഖം നഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക്? രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ, നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ നഖം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയെ അങ്ങനെ വിമർശിക്കാൻ മാത്രം ആളായിട്ടില്ല. അത് തീർത്തു പറയാ. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ചരിത്രം പറയണ്ട. രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുഴുവൻ മണ്ഡലങ്ങളിൽ, മുഴുവൻ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. നിങ്ങളെടുത്ത് പരിശോധിക്കേ. ഇന്നലെ ഉത്തർപ്രദേശിലാണുള്ളത്. നിങ്ങൾ ഈ പറയുന്നത് കേട്ടാൽ ഇത് കാണുന്ന ആളുകൾ എന്ത് വിചാരിക്കും? രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലും കേരളത്തിലുമാണെന്ന്. ഈ 151 മണ്ഡലങ്ങളിൽ എല്ലാ സ്റ്റേറ്റിലും രാഹുൽ ഗാന്ധി പോയി. അതിന് തൊട്ടുമുമ്പ് നിങ്ങൾക്കറിയാം 3 മാസക്കാലം മണിപ്പൂരിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? മണിപ്പൂരിൽ നിങ്ങളൊരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ? മണിപ്പൂരിനെ പറ്റി നിങ്ങൾ വലിയ മാധ്യമ പ്രവർത്തകരല്ലേ? ആ മണിപ്പൂരിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് ഇറങ്ങി അവിടെ തോക്കുകൾ കൊണ്ട് കഥ പറയുന്ന ഇടത്തേക്ക് പോയ ഒരു രാഹുൽ ഗാന്ധിയുണ്ട്. ആ രാഹുൽ ഗാന്ധി മനസ്സിലാക്ക്. സ്വന്തം അച്ഛന്റെ, സ്വന്തം മുത്തശ്ശിയുടെ ജീവനില്ലാത്ത ശരീരം കണ്ട രാഹുൽ ഗാന്ധിയുണ്ട്. ഇന്ത്യ രാജ്യത്തുടനീളം കടന്നുപോയ ഒരു രാഹുൽ ഗാന്ധിയുണ്ട്. ആസാമിൽ 5 തവണ ആക്രമിക്കപ്പെട്ടപ്പോഴും നിക്ഷോഭമായി ഒരു പ്രയാസവും കൂടാതെ ഫേസ് ചെയ്ത രാഹുൽ ഗാന്ധിയുണ്ട്. അയാളെ കൊണ്ട് നിങ്ങൾ പറഞ്ഞു മത്സരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞോ? ധൈര്യമില്ലാത്തവരെന്നും പറയാൻ മാത്രം നിങ്ങൾ ആയിട്ടില്ല. അത് അങ്ങനെ തന്നെ പറയാ. നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്തെങ്കിലും വൈകുന്നേരം ഒരു അവസരം കിട്ടിയെന്ന് വിചാരിച്ച് ചർച്ചയിൽ കയറിയിട്ട് ഒരു നെറേറ്റീവ് നിങ്ങളായിട്ട് സൃഷ്ടിക്കരുത്. അത് കൃത്യം തന്നെ പറയാം. രാഹുൽ ഗാന്ധി സൗകര്യമുള്ളിടത്ത് മത്സരിക്കും. സൗകര്യമുള്ള കോൺഗ്രസ് തീരുമാനിക്കും രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കണമെന്ന്.
നിങ്ങൾ പറഞ്ഞല്ലോ വയനാട് ഇലക്ഷൻ കഴിയാൻ കാത്തു കടന്ന്. എന്തേ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഒരേ സമയത്തല്ലേ വയനാട്ടിലും അമേഠിയിലും മത്സരിച്ചത്? അമേഠിയിൽ മത്സരിക്കുന്ന പേര് രാഹുൽ ഗാന്ധിയുടെ 4,30,30,000 ഭൂരിപക്ഷം കുറഞ്ഞോ? എന്തെങ്കിലും വിളിച്ചു പറയില്ല. നിങ്ങൾ പറയുന്നതിന് അടിസ്ഥാനം ഉണ്ടാവണം. വെറുതെ മാധ്യമ പ്രവർത്തകൻ എന്ന ഒരു പേര് വെച്ചുകൊണ്ട് എന്തും പറയാനുള്ള അവസരമാക്കിക്കൊണ്ട് വൈകുന്നേരത്തെ ചർച്ച മാറ്റുന്നത്. ശരി, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, എനിക്ക് അതേ ചോദ്യമാണ് വീണ്ടും ആവർത്തിക്കാനുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്ന ഒരു മുന്നണിയുടെ വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യത്തെ തകർക്കുന്നതാണ്. വ്യക്തിനിഷ്ഠമായ അധിക്ഷേപങ്ങൾ, ആ വ്യക്തിനിഷ്ഠമായ അധിക്ഷേപങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരാണ് CPM നേതാക്കൾ എന്നാണ് ഞാൻ കരുതുന്നത്. കെ ടി കുഞ്ഞിക്കണ്ണനും അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അജിംസ് കാര്യം അറിയാത്ത ഒരാളെ പോലെ സംസാരിക്കരുത്. രാഹുൽ ഗാന്ധിയെപ്പോലെ ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ, മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ്, അദ്ദേഹം കേരളത്തിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ഇവിടെ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ വക്താവ് നിജേഷിന് ഭയങ്കരമായിട്ട് ചൂടായി. ആ ചൂടായ എന്തിനാന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. രാഹുൽ ഗാന്ധി ദേശീയ ഐഡിയോളജിക്കലായിട്ട് ഒരു പാർട്ടി, ആ പാർട്ടിയാണ്. നിജേഷേ ഒന്ന് അടങ്ങ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത് ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രമുഖ കക്ഷിയാണ് CPI. ആ CPIയുടെ ദേശീയ നേതാവാണ് വയനാട്ടിൽ മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് BJP ആയിട്ടാണ്, അല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷിയായ ഇന്ത്യ മുന്നണിയിൽ ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന CPMന്റെ ഒരു ദേശീയ നേതാവ്, CPIയുടെ ഒരു ദേശീയ നേതാവായിട്ടുമല്ല. ഇത് സാമാന്യ യുക്തിയുള്ള, സാമാന്യമായ രാഷ്ട്രീയത്തെ യുക്തിപൂർവ്വം നോക്കിക്കാണുന്ന ആരും പറയും. ആനന്ദ് കൊച്ചുകുടിയായിട്ട് അദ്ദേഹം CPMനെയൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ആളാണ്. CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ A. വിജയരാഘവൻ VK ശ്രീകണ്ഠനെതിരെയാണ് മത്സരിക്കുന്നത്. അങ്ങനെയാണല്ലോ, അതേ യുക്തിയിൽ. എന്താ അത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു എക്സിസ്റ്റിംഗ് റിയാലിറ്റിക്കകത്ത് CPM എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടി കേരളത്തിലാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്വാധീന ശക്തിയുള്ളത്. കേരളത്തിൽ നിന്നാണ് ഞങ്ങൾ പരമാവധി MPമാരെ പാർലമെന്റിലേക്ക് അയക്കേണ്ടത്. കോൺഗ്രസ് പാർട്ടിയും അങ്ങനെയാണ്. കേരളത്തിലാണ് മാത്രമാണ് ഞങ്ങൾക്ക് സ്വാധീന ശക്തി. ഞങ്ങൾക്ക് 540 മണ്ഡലങ്ങളിലും സ്വാധീനമുണ്ടെന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് വരരുത്. നിങ്ങളങ്ങ് സമ്മതിക്ക്. ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കാൻ കേരളം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് UP ഇല്ല, ഞങ്ങൾക്ക് ബീഹാറില്ല, ഞങ്ങൾക്ക് പഞ്ചാബ് ഹരിയാനയില്ല, ഞങ്ങൾക്ക് ദില്ലിയില്ല. അതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങളങ്ങ് തുറന്ന് സമ്മതിക്ക്. എന്നിട്ട് പറ, എന്നിട്ട് ഇന്ത്യ മുന്നണി നേതൃത്വത്തോട് പറ, സീതാറാം യെച്ചൂരിയോട് പറയാ, രാഹുൽ ഗാന്ധിയെ ഞങ്ങൾക്ക് പാർലമെന്റിൽ എത്തിക്കണം, ഞങ്ങൾക്ക് വേറെ ഗതിയൊന്നുമില്ല. അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സൗഹൃദ മത്സരമാക്കണമെന്ന് പറയും. അങ്ങനെ തുറന്ന് പറയാതെ ഇവിടെ വലിയ ധാർഷ്ട്യം, ഞങ്ങളോടൊക്കെ എന്താണ്, നിങ്ങൾക്ക് എന്താണ് ബൂത്തിലിരിക്കാൻ ആളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പാർട്ടിക്കാരാണ് ഈ കോൺഗ്രസ്സുകാർ. എന്നിട്ട് ഇവിടെ ഉളുപ്പില്ലാതെ വന്ന് പറയാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് പോലെയാണ് ശ്രീകണ്ഠനുമായിട്ട് സഖാവ് A. വിജയരാഘവൻ മത്സരിക്കുക. A. വിജയരാഘവൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ, അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് പാർലമെന്റിലേക്ക് എത്തിയത് ഈ പാലക്കാട് വഴിയാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് പരമാവധി അംഗങ്ങളെ പാർലമെന്റിൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഇപ്പോൾ ബംഗാളിൽ നോക്കൂ, ബംഗാളിൽ മമതാ ബാനർജി പറഞ്ഞത് CPMനും കോൺഗ്രസിനും വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല, അവരെ അതിശക്തമായി എതിർക്കുമെന്നാണ്. എന്നാൽ അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. ഈ വൈരുദ്ധ്യങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ദേശീയ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു റിയാലിറ്റി, യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഇതാണ് CPM നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാത് സ്ഥലങ്ങളിൽ മുൻകൈയുള്ള റീജിയണൽ പാർട്ടികളുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ മുന്നണി അതിൻ്റെ പ്രവർത്തനം നടത്തേണ്ടത്. കേരളത്തിൽ നിർണായകമായ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM. കോൺഗ്രസും അതുപോലെ തന്നെയാണ്. അവർ തമ്മിൽ മത്സരിക്കുന്നു. ആ മത്സരം കഴിഞ്ഞ് നിങ്ങൾ നോക്കൂ, ജൂൺ 3-ാം തീയതി റിസൾട്ട് വരും. BJP ഒഴിച്ചു നിർത്തുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ആവശ്യമായ മതനിരപേക്ഷ കൂട്ടായ്മ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈയെടുക്കുക CPM ആയിരിക്കും. അത് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ നാടകമൊന്നും ഇവിടെ നടക്കില്ല. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ഏത് സന്ദർഭത്തിലാണ് പറയുന്നത്? കെജ്രിവാൾ ജയിലിൽ കിടക്കുക. ഇന്ത്യയിലെ 13ഓളം വരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ പല അഴിമതി കേസിൽപ്പെടുത്തി, അശോക് ചവാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം നമുക്ക് അഴിമതി കേസുകൾപ്പെടുത്തി പീഡിപ്പിച്ച് BJPയിലേക്ക് എത്തിച്ചിരിക്കുക. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറയുന്നത് BJP അലക്കി യന്ത്രമാണെന്നാണ്. അവർക്ക് നേരെ ഉയർന്നു വന്ന അഴിമതി എന്താണ്? BJPയിലെത്തിയാൽ പിന്നെ ഒരു അന്വേഷണവുമില്ല, കേസുമില്ല. ഈ യാഥാർത്ഥ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഇവിടെ യാതൊരു ഉളുപ്പുമില്ലാതെ പിണറായി വിജയനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്, അത് ഒത്തുകളിയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന യുക്തിയുണ്ടല്ലോ. ആ യുക്തി രാഷ്ട്രീയമായ സ്വന്തം പാപ്പരത്വമാണ്. ആ പാപ്പരത്വം കാണിക്കുന്ന ബാലാരിഷ്ടതയാണ് സഖാവ് പിണറായി വിജയൻ ഇന്ന് ചൂണ്ടിക്കാണിച്ചത്.
മിസ്റ്റർ രാഹുൽ ഗാന്ധിയുടെ ബാലാരിഷ്ടത, ചൈൽഡിഷായ രാഷ്ട്രീയ വിമർശനത്തെയാണ് സഖാവ് പിണറായി വിജയൻ ചോദ്യം. ശരി, ശ്രീ പ്രിന്റു, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്തെല്ലാം ഇവര് ഒക്കച്ചങ്ങായിമാരാണ്, മറ്റിടത്ത് ഒരുമിച്ച് നിൽക്കുന്നു, ഇവിടെ മത്സരിക്കുന്നതൊക്കെ പറഞ്ഞാൽ പോലും, ആക്ഷേപിച്ചാൽ പോലും യഥാർത്ഥത്തിൽ കേരളത്തിലെ നറേറ്റീവിൽ നിങ്ങൾ പുറത്താവുകയാണ് ഈ പോരാട്ടത്തിലൂടെ. അങ്ങനെ പറയാൻ സാധിക്കും. ഈ നെഗറ്റീവിനകത്ത് ഞങ്ങൾ പുറത്താകുന്നില്ല. ഒന്ന്, രാഷ്ട്രീയ പാത്രത്തെ കാണിക്കുന്ന സത്യത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസ്സുകാരാണ്. ഇപ്പൊ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിന്റെ യുക്തിക്ക് എനിക്കിപ്പോഴും മനസ്സിലായി. അദ്ദേഹം പറയുന്നു ആനി രാജ വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കാതിരിക്കുന്നു. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ ഇവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നു, പ്രശ്നാധിഷ്ഠിതമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ആനി രാജയെ നിർത്താതിരിക്കുന്ന സാഹചര്യമല്ലേ വേണ്ടത്? രാഹുൽ ഗാന്ധിയാണ് അവിടെ MP. അതേ സമയത്ത് തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ട് കോയമ്പത്തൂരിൽ വോട്ട് പിടിക്കുന്ന CPM-ന്റെ ആളുകൾ, CPM-ന്റെ മത്സരിക്കുന്ന ആൾക്കാർ, ഇതേ ആളുകൾ തന്നെ കന്യാകുമാരി നിൽക്കുന്നു. രാഷ്ട്രീയ പാപ്പരത്തും ഉളുപ്പില്ലായ്മയും കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടെന്നുള്ള കാര്യം കൂടി KT കുഞ്ഞിക്കണ്ണൻ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുമോ? ഇവിടെ രാഹുൽ ഗാന്ധിയെ പപ്പ് എന്ന് വിളിക്കുക, അവിടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജയ് വിളിക്കുക. ഇപ്പോഴും KT കുഞ്ഞിക്കണ്ണൻ പറയും ഞങ്ങൾ പ്രശ്നാധിഷ്ഠിതമായിട്ട് ഈ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ എന്തിനാ 20 സ്ഥലങ്ങളിൽ മത്സരിക്കുന്നത്? നിങ്ങളുടെ ധാരണയിൽ, നേരത്തെ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ധാരണയിൽ കേരളത്തിൽ ഇത്ര സീറ്റുകൾ ഞങ്ങൾ മത്സരിക്കാം, ഇത്ര സീറ്റുകൾ നിങ്ങൾ മത്സരിക്കാം, ബാക്കിയുള്ള സ്ഥലത്ത് BJP നമുക്ക് സമ്പൂർണ്ണമായി തോൽപ്പിക്കാം. അങ്ങനത്തെ നിലപാട്, രാഷ്ട്രീയ നിലപാട് നിങ്ങൾ എടുക്കേണ്ടത്. ഇതങ്ങനെയല്ല. ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയിൽ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഇന്ത്യ സഖ്യമോ കോൺഗ്രസ് സർക്കാരോ അധികാരത്തിൽ വരാൻ പോകുന്നുള്ള കാര്യം കൃത്യമായിട്ട് രണ്ടു കൂട്ടർക്കും അറിയാം. ഇവരുടെ ആകെ ഫൈറ്റ് എന്ന് പറഞ്ഞ കേരളത്തിലെ 20 സീറ്റ്, ആ 20 സീറ്റുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം കിട്ടണം. 50 സീറ്റ് കിട്ടി. ഇവർക്ക് മരപ്പെട്ട ചിഹ്നത്തിലോ ഇനി വേട്ടപ്പെട്ട ചിഹ്നത്തിലോ മരക്കെഴുത ചിഹ്നത്തിലോ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർവേകളിലടക്കം കേരളത്തിൽ കൃത്യമായിട്ട് BJP-യുടെ വോട്ട് പെർസെന്റേജ് ആയിക്കോട്ടെ, സീറ്റ് ആയിക്കോട്ടെ കൃത്യമായി പ്രവചിക്കുന്നുണ്ട്. കേരളത്തിലായിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ, ആന്ധ്രയിലായിക്കോട്ടെ, കൃത്യമായി സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന പ്രസ്ഥാനം BJP ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചക്കളത്തിക്ക് പോരാൻ നടന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷ്യത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. വലിയ രീതിയിലുള്ള മുന്നേറ്റം കേരളത്തിലും ഉണ്ടാകും. ഒരു സംശയമുണ്ട്. പൊളിറ്റിക്കൽ സിനാരിയോയിൽ കേരളത്തിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സംവിധാനങ്ങളെ മാറ്റാൻ പോകുന്ന ഒരു ഇലക്ഷൻ ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് MP-മാരുണ്ടാവും. 2ാം സ്ഥാനത്ത് വരുന്ന സാധ്യതയുള്ള പല സ്ഥലങ്ങളിലും പറയുന്നത് പോലെ ഈ സർവേകളൊക്കെ വലിയ മുന്നേറ്റം ഈ ദക്ഷിണേന്ത്യയിൽ പ്രവചിക്കുന്നുണ്ട് BJP-ക്ക്. കേരളത്തിൽ 5 സീറ്റ് വരെ പ്രവചിച്ച സർവേകളുണ്ട്. അങ്ങനെ പല കൗതുകമുണർത്തുന്ന സർവേ ഫലങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ മുന്നേറ്റം ഉണ്ടാകുമോ ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ? തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഒരു നിമിഷം ആനന്ദ് ഇല്ല, ഞാൻ ഇന്നത്തെ എൻ്റെ കോളം ആ വിഷയം തന്നെയാണ് പറയുന്നത്. ഞാൻ ആനന്ദ പ്രസാദ് പത്രിക ടെലിഗ്രാഫിന് വേണ്ടി എഴുതുന്ന എൻ്റെ കോളത്തിൽ എന്തുകൊണ്ടാണ് BJP ദക്ഷിണേന്ത്യയിൽ അവർ സ്വീകരിച്ച നയത്തിൽ അവർക്ക് പാളിച്ചകൾ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ പകുതി സീറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ എഴുതുന്ന കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തന്നെ പത്തനംതിട്ട പോലെ അവർക്ക് ഏറ്റവും ജയിക്കാവുന്ന സീറ്റിൽ അനിൽ K. ആന്റണിയെ നിർത്തിയപ്പോൾ തന്നെ ആ സീറ്റ് അവർ എഴുതി തള്ളുകയാണ് ചെയ്തത്. തിരുവനന്തപുരത്ത് ശരിയാണ്, നല്ല മത്സരം നടക്കുന്നുണ്ട്. തൃശ്ശൂരും ശരിയാണ്, നല്ല മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ജയിക്കാൻ പറ്റുമെന്ന് സാഹചര്യം ഉറപ്പില്ല. അവിടെയൊക്കെ ജയിച്ചാൽ അത് 2 സീറ്റ് കേരളത്തിൽ ഇപ്പോഴും നല്ല മത്സരം നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി നല്ല സാഹചര്യമാണ്. തമിഴ്നാട്ടിൽ 2014 തന്നെ NDA ആയിട്ട് നോക്കിയാൽ, അതായത് BJP-ക്കും PMK-ക്കും അന്ന് ഓരോ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അൻപുമണി രാമദാസിനും കന്യാകുമാരിയിൽ പൊൻ രാധാകൃഷ്ണനും 2014 അന്ന് അവർക്ക് 18.88% NDA എന്ന രീതിയിൽ അന്ന് BJP ആകെ 8 സീറ്റിലെ മത്സരിച്ചുള്ളൂ. DMDK ആണ് ആ സഖ്യത്തിന്റെ അന്നത്തെ പ്രധാന കക്ഷി. അന്ന് 18.88 കിട്ടിയ ആ NDAക്ക് ഇത്തവണ തമിഴ്നാട്ടിൽ 20% കിട്ടും. BJP-ക്ക് 10% കടക്കും. അതായത് 23 സീറ്റിൽ മത്സരിക്കുന്ന BJP-ക്ക് 10% കിട്ടും, അല്ലെങ്കിൽ NDAക്ക് 20% കിട്ടുമെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഒരു സീറ്റ് പോലും ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അവർ ആകെ പ്രതീക്ഷ വെക്കുന്നത് കഴിഞ്ഞ തവണ OPS-ന്റെ മകൻ ജയിച്ച OP രവീന്ദ്രകുമാർ ജയിച്ച തേനി സീറ്റാണ്. അവിടെ ഇത്തവണ TTV ദിനകരനാണ് മത്സരിക്കുന്നത്. കന്യാകുമാരിയിൽ ADMK ഒരു ലാറ്റിൻ കത്തോലിക്കനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ വോട്ട് സ്പ്ലിറ്റ് ആയിട്ട് പൊൻ രാധാകൃഷ്ണൻ ജയിച്ച് വിജയ് വസന്ത് തോൽക്കും എന്ന് അവർ കരുതുന്നുണ്ട്.
രാമനാഥപുരത്ത് അവർ ചെറിയ സാധ്യത കാണുന്നുണ്ട്. അവിടെ OPS ഇൻഡിപെൻഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. കോയമ്പത്തൂര് അവർ മാത്രം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞാനവിടെ പോയിട്ട് ആൾക്കാരോട് ചോദിച്ചിട്ട് കോളേജുകളിൽ പോയിട്ട് അവിടെ ആരും ഈ അണ്ണാമലൈ എന്ന് പറയുന്ന ഇവരുടെ മഹാനായ നേതാവിന് വോട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ അത് വലിയൊരു അത്ഭുതം തന്നെയായിരിക്കും. തൃശ്ശൂരിനേക്കാളും തിരുവനന്തപുരത്തേക്കാളും വലിയ അത്ഭുതമായിരിക്കും എന്ന് ഞാൻ പറയാം. കർണാടകത്തിലാണെങ്കിൽ അവരുടെ കുറെ ഫയർ ബ്രാൻഡ് നേതാക്കളെയൊക്കെ വീട്ടിലിരുത്തിയിട്ടുണ്ട്. പ്രതാപ് സിംഹ എന്ന് പറയുന്ന അവരുടെ ഫയർ ബ്രാൻഡ് നേതാവിന് മൈസൂരിന് ടിക്കറ്റ് കൊടുക്കാതെ അവിടുത്തെ രാജവംശത്തിലെ ഒരാൾക്ക് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ CT രവി പ്രതാപ് സിംഹയല്ലേ പാർലമെന്റ് പ്രതിഷേധ സമരത്തിൽ അവർക്ക് ടിക്കറ്റ് കൊടുത്ത ആ പ്രതാപ് സിംഹയല്ലേ? അയാൾക്ക് എങ്ങനെ ടിക്കറ്റ് കൊടുക്കും? ആ വിഷയം കൊണ്ടൊന്നും അല്ല. അവിടെ ചക്കളത്തിപ്പോര് BL സന്തോഷ് എന്ന BJPയുടെ RSSൽ നിന്ന് വന്ന ഓർഗനൈസിംഗ് സെക്രട്ടറിയും യെഡിയൂരപ്പയും തമ്മിലാണ്. കഴിഞ്ഞ തവണ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും BL സന്തോഷ് പറഞ്ഞു പറ്റിച്ചു. അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ട്രിക്കൊക്കെ ഉപയോഗിച്ച് അവിടെ ഭരണത്തിൽ പാർട്ടിയെ കൊണ്ടുവരുമെന്ന്. എന്നാൽ അദ്ദേഹം ജഗദീഷ് ഷെട്ടാറിന് ഉൾപ്പെടെ ടിക്കറ്റ് നിഷേധിച്ച് അവിടുത്തെ ലിംഗായത്തുകാരുടെ അപ്രീതി സമ്പാദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാംഗ്ലൂർ കുറെ തവണ വന്നിട്ടാണ് അവിടെയെങ്കിലും കുറച്ച് സീറ്റുകൾ BJPക്ക് ഒരു 50 സീറ്റെങ്കിലും കടക്കാൻ പറ്റിയത്. ആ സാഹചര്യത്തിൽ BL സന്തോഷിനെ മൂലക്കിരുത്തി അവിടെ യെഡിയൂരപ്പയെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മകനെ അവിടെ സംസ്ഥാന അധ്യക്ഷനാക്കി അവിടുത്തെ വർഗീയ തീവ്ര ലൈൻ എടുക്കുന്ന നളിൻ കുമാർ കട്ടീൽ എന്ന മുൻ അധ്യക്ഷനെ പ്രതാപ് സിംഹയെ അതുപോലെ തേജസ്വി സൂര്യ എന്ന യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ പോലും ആക്കാതെ നാണം കെടുത്തി അവിടെ BJP ഒരു കഴിഞ്ഞ തവണ 25 സീറ്റ് ജയിച്ച സംസ്ഥാനത്ത് അവിടെ 15 സീറ്റെങ്കിലും ജയിക്കാൻ 12 സീറ്റെങ്കിലും ജയിക്കാൻ BJP നെട്ടോട്ടം ഓടുകയാണ്. തെലങ്കാനയിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവിടെ ബണ്ടി സഞ്ജയ് കുമാർ എന്ന് പറയുന്ന നല്ല ഒരു ശക്തനായ നേതാവിനെ മാറ്റി G കിഷൻ റെഡ്ഡി എന്ന കേന്ദ്രമന്ത്രിയെ BJP അധ്യക്ഷനാക്കി, വീണ്ടും അധ്യക്ഷനാക്കി. അദ്ദേഹം തെലങ്കാനയിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽവിയിലേക്ക് നയിച്ചതാണ്. ഇത്തവണ അവിടെ കഴിഞ്ഞ തവണ കിട്ടിയ 4 സീറ്റ് കിട്ടില്ല എന്ന് പറയുന്നു. അവിടെ ഇനിയിപ്പോൾ ആകെ പ്രതീക്ഷ വയ്ക്കാവുന്നത് ചന്ദ്രബാബു നായിഡുവിന്റെ തോളിലേറി ആന്ധ്രയിൽ 6 സീറ്റ് മത്സരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് സീറ്റ് ജയിച്ച് കുറച്ചെങ്കിലും സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ പിടിക്കാം എന്നുള്ള ഒരു മോഹം മാത്രമാണ് BJPയുടെ അവശേഷിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദിയെ വളരെ മോശമായ രീതിയിൽ മ്ലേച്ഛമായ ഭാഷയിൽ അപഹസിച്ച ചന്ദ്രബാബു നായിഡുവിന്റെ തോളിൽ കയറിയാണ് അവിടെ സീറ്റ് ജയിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ ജയിച്ചത് എത്ര സീറ്റാണ്? 30 സീറ്റിൽ ജയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ 15 സീറ്റെങ്കിലും ജയിച്ചാൽ ഇത്തവണ അത് വലിയ അത്ഭുതമായിരിക്കും. BJP 20 സീറ്റ് അവരുടെ ബെസ്റ്റ് കേസ് സിനാരിയോ ആണ്. പക്ഷെ അത്രയും പോലും ജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ദക്ഷിണേന്ത്യയിൽ നിന്ന്. ശരി, വളരെ നന്ദി ശ്രീ ആനന്ദ് കൊച്ചുടി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ പിന്റു മഹാദേവ്.